സമസ്ത ലീഗ് തർക്കം ചർച്ച ചെയ്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടേറിയറ്റ് യോഗം. സാദിഖ് അലി തങ്ങളുടെ അധ്യക്ഷതയിൽ ചെന്നൈയിൽ നടന്ന യോഗത്തിലാണ് വിഷയം ചർച്ചയായത്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? ദീപ്തി, ഇന്നാണ് ചെന്നൈ അബു പാലസ് ഹോട്ടലിൽ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. നാളെ ഇതേ സ്ഥലത്ത് തന്നെ മുസ്ലിം ലീഗിന്റെ ദേശീയ കൗൺസിൽ നടക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ദേശീയ ഉന്നതാധികാര സമിതി ചെയർമാനായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ദേശീയ ഉന്നതാധികാര സമിതി ചെയർമാനായിട്ടുള്ള പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. ഇതിൽ മുസ്ലിം ലീഗിന്റെ ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ KM ഖാദർ മൊയ്തീൻ, ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, മറ്റ് ദേശീയ നേതാക്കളായിട്ടുള്ള ട്രഷറർ PV അബ്ദുൽ വഹാബ്, ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി മുഹമ്മദ് ബഷീർ, അബ്ദുൽ സമദ് സമദാനി, നവാസ് ഖനി MP, ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ തമിഴ്നാട് നിന്നുള്ള മുൻ MLA അബ്ദുറഹ്മാൻ, ഒപ്പം മുസ്ലിം ലീഗിന്റെ കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖുറം അനീസ് ഉമർ, ദേശീയ സെക്രട്ടറി KPA മജീദ്, CK സുബൈർ അടക്കമുള്ള നേതാക്കളാണ് ഈ ദേശീയ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തിരുന്നത്. അതിൽ പ്രധാനമായും ഒരു ചർച്ചയായത് ഈ മുസ്ലിം ലീഗിന്റെ കേരളത്തിൽ ഏറ്റവും ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നത് സമസ്തയുമായിട്ടുള്ള ആത്മബന്ധമാണ്. അതിൽ ചിലർ വിള്ളലുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന ഒരു വിലയിരുത്തൽ ഈ ദേശീയ സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടായി. അതുകൊണ്ട് തന്നെ സമസ്തയുമായുള്ള ഈ ഒരു ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിനുള്ള ഒരു ഇടപെടൽ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ചർച്ചകൾ, അതിന് പ്രധാനമായും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും PK കുഞ്ഞാലിക്കുട്ടിയുമാണ് ദേശീയ സെക്രട്ടേറിയറ്റ് യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സമസ്തയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം ഈ സമസ്തയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഉമർ ഫൈസി മുക്കത്തിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ലീഗ് വിരുദ്ധരായിട്ടുള്ള ആളുകൾ രഹസ്യ യോഗം ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് നേതൃത്വം സമസ്ത ഉന്നത നേതൃത്വത്തെ സമീപിച്ചിട്ടുമുണ്ട്. അതിനിടെയാണ് ഇത്തരം പ്രശ്നങ്ങളിൽ കൃത്യമായ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. കാരണം മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള പാരമ്പര്യ ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും ദൃഢമായൊരു ബന്ധമാണ്. അതിൽ വിള്ളലുണ്ടാക്കാൻ ആരെയും, അത് ലീഗ് വിരുദ്ധരായിട്ടുള്ള ആരെയും അനുവദിക്കരുതെന്ന ഒരു പൊതുവികാരം ഇന്നത്തെ ഈ ദേശീയ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നത്. അതുകൂടാതെ ദേശീയ തലത്തിലുള്ള നിരവധിയായിട്ടുള്ള മറ്റ് വിഷയങ്ങളും ചർച്ചയായി. പ്രത്യേകിച്ച് ഭീകരവാദത്തിനെതിരെ ശക്തമായൊരു പോരാട്ടം ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. അതിനാവശ്യമായൊരു ഇടപെടൽ ഉണ്ടാകണം. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉള്ള ഒരു ക്യാമ്പയിൻ നടത്താൻ മുസ്ലിം ലീഗ് ദേശീയ തലത്തിൽ തന്നെ ഒരു ക്യാമ്പയിൻ നടത്തുക എന്നുള്ളത് ഒരു ആലോചനയിൽ വന്ന കാര്യമാണ്. മറ്റൊന്ന്, ഈ ഫാസിസ്റ്റ് വാഴ്ചയ്ക്കെതിരായിട്ട് മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ നടത്തുന്ന പോരാട്ടത്തിൽ ഈ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടാതെ ദളിത് പിന്നാക്ക വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ, രാഷ്ട്രീയ പ്രചരണ പരിപാടിക്ക് രൂപം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് രൂപം നൽകുക നാളത്തെ ദേശീയ കൗൺസിൽ യോഗത്തിൽ വെച്ചായിരിക്കും അത് പ്രഖ്യാപിക്കുക. അത് സംബന്ധിച്ചൊരു പ്രാഥമികമായ ഒരു കൂടിയാലോചന ഇന്ന് നടന്നു എന്നുള്ളതാണ്. നാളെ രാവിലെ 10:30 ഈ ചെന്നൈ അബു പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ ദേശീയ കൗൺസിൽ നടക്കുക. അത് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി അവസാനിക്കുന്ന രീതിയിലാണ് അതിന്റെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഒരുപാട് ഇപ്പോൾ ഈ ഭീകരതയടക്കം രാജ്യം നേരിടുന്ന സമകാലിക വെല്ലുവിളികൾ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തന്നെ മുസ്ലിം ലീഗിന് ദേശീയ ആസ്ഥാനം ഡൽഹിയിൽ വരുന്നു, ഖായിദെ മില്ലത്ത് സെന്റർ ഡൽഹിയിൽ വരുന്നു. അതിന്റെ എല്ലാം അത് ഉദ്ഘാടനത്തിന് തയ്യാറായതായിരുന്നു. അവസാന നിമിഷമാണ് അതിന്റെ ഉദ്ഘാടനം ഈ യുദ്ധ സാഹചര്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് മാറ്റിവെച്ചത്. അത് സംബന്ധിച്ച കൂടുതൽ തീരുമാനങ്ങൾ നാളത്തെ ദേശീയ കൗൺസിൽ ഉണ്ടാകും. കൂടാതെ ഏറ്റവും നിർണായകമായ ഒരു കാര്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ദേശീയ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കും എന്നുള്ളതാണ്. അതിൽ തന്നെ മുതിർന്ന നേതാക്കൾ, ഉന്നത നേതാക്കൾക്ക് മാറ്റമുണ്ടാകില്ല. മുസ്ലിം ലീഗിന്റെ ദേശീയ ഉന്നതാധികാര സമിതി ചെയർമാനായി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ തുടരും. ദേശീയ പ്രസിഡന്റായി പ്രൊഫസർ KM ഖാദർ മൊയ്തീൻ സാഹിബ് തുടരും. ഒപ്പം തന്നെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും തുടരും. മറ്റ് നേതാക്കൾ തുടരുന്ന ആളുകൾ എന്ന് പറയുന്നത് ടി മുഹമ്മദ് ബഷീർ തുടരും, അബ്ദുൽ വഹാബ് MP തുടരും. മറ്റുള്ള നേതാക്കൾക്ക്, അതായത് സഹഭാരവാഹികൾക്ക് മാറ്റമുണ്ടാകും. അത് ആരൊക്കെ ആയിരിക്കുമെന്ന് സംബന്ധിച്ച ഒരു പ്രാഥമികമായ ചർച്ച ഇന്ന് നടന്നിട്ടുണ്ട്. അതിലേക്ക് പുതുമുഖങ്ങളായിട്ടുള്ള ആളുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. നവാസ് ഖനി MP പോലുള്ള ആളുകളെ അതിനകത്തേക്ക് ഉൾക്കൊള്ളിക്കുന്ന തരത്തിലേക്ക്, ദേശീയ ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലേക്ക് ചർച്ചകൾ നടത്തി
നടത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എല്ലാം തന്നെ പൂർത്തീകരിച്ചതിന് ശേഷം ഇത്തവണ മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നത് പൂർണ്ണമായും ഓൺലൈനായിട്ടാണ്. അതിന് പുറമെയുള്ള സംസ്ഥാന കമ്മിറ്റികൾ ജാർഖണ്ഡ്, ഒപ്പം തന്നെ കർണാടക, തമിഴ്നാട് അടക്കമുള്ള അസം, മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, കർണാടക, പശ്ചിമ ബംഗാൾ, ഹരിയാന, പഞ്ചാബ്, UP, രാജസ്ഥാൻ, ഡൽഹി തുടങ്ങിയ ഇടങ്ങളിലെല്ലാമുള്ള വിവിധ സംസ്ഥാന കമ്മിറ്റികൾ അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതിന് ഇന്ന് ഈ ചേർന്ന ആ ദേശീയ സെക്രട്ടേറിയറ്റ് ഔദ്യോഗികമായി തന്നെ അംഗീകാരം നൽകി. ആ സംസ്ഥാന കമ്മിറ്റികൾ ഔദ്യോഗികമായി നിലവിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ദേശീയ കമ്മിറ്റിയിൽ ഇനി വരുന്ന പുനഃസംഘടനയിൽ കേരളത്തിൽ നിന്ന് ആർക്കൊക്കെ പ്രാതിനിധ്യം ഉണ്ടാകും? അബ്ദുൾ സമദ് സമദാനിയെ പോലുള്ള ആളുകൾ മാറുന്ന ഒരു സാഹചര്യം വരാനുള്ള ഒരു സാധ്യത കൽപ്പിക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്ഥാനമാറ്റം, പരസ്പരമുള്ള ഒരു സ്ഥാനമാറ്റത്തിലേക്കായിരിക്കും കാര്യങ്ങൾ വരിക. അത്തരം ഒരു കൂടിയാലോചനയാണ് ഇന്ന് ചെന്നൈ അബു പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ദേശീയ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച ചെയ്തത്. പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ സമസ്തയുമായുള്ള ബന്ധം, അതിൽ വിള്ളൽ വരുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ കൃത്യമായി നിലപാടെടുത്ത് മുന്നോട്ട് പോകണം. സമസ്തയുമായുള്ള പാരമ്പര്യമായിട്ടുള്ള ബന്ധം കൃത്യമായി തന്നെ നിലനിർത്തണം. അതിനപ്പുറത്തേക്ക് മുസ്ലിം ലീഗിന്റെ ദേശീയ കമ്മിറ്റിയിൽ ഒരു പുനഃസംഘടന വരുന്നു. ആ പുനഃസംഘടന എന്ന് പറയുന്നത് സഹഭാരവാഹികളുടെ കാര്യത്തിലാണ്. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KM ഖാദർ മൊയ്തീനും ഒപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും PV അബ്ദുൾ വഹാബും ET മുഹമ്മദ് ബഷീറും പോലുള്ള മുതിർന്ന നേതാക്കളെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റ് സഹഭാരവാഹികളുടെ മാറ്റം വരുമ്പോൾ അതിൽ ആരൊക്കെ ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്തത്. അത് നമുക്ക് നാളെ ഉച്ചയോടുകൂടി പുതിയ ദേശീയ കമ്മിറ്റിയുടെ പ്രഖ്യാപനവും ഉണ്ടാകും. ഭീകരവാദത്തിനെതിരെ അടക്കമുള്ള ക്യാമ്പയിനുകളിൽ അത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനവും നാളത്തെ ദേശീയ കൗൺസിലോടുകൂടി പ്രഖ്യാപിക്കാനാണ് ഇന്നത്തെ ഈ ദേശീയ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച ചെയ്തത്. ഈ യോഗത്തിൽ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ, ഖാദർ മൊയ്തീൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ സംബന്ധിച്ചു എന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് PMA സലാം അടക്കമുള്ള നേതാക്കളും ദേശീയ ഭാരവാഹികളുമാണ് സംബന്ധിച്ചത്. KP മജീദും ഒക്കെയാണ് ഇന്നത്തെ യോഗത്തിൽ സംബന്ധിച്ചത്. ശരി. സമസ്ത ലീഗ് തർക്കം ചർച്ച ചെയ്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടേറിയറ്റ് യോഗം സാദിഖ് അലി തങ്ങളുടെ അധ്യക്ഷതയിൽ ചെന്നൈയിൽ നടന്ന യോഗത്തിലാണ് വിഷയം ചർച്ചയായത്. റിയാസ് KMR ആണ് വിശദാംശങ്ങൾ നൽകിയത്.